അങ്ങനെ ഗിരി പറഞ്ഞതുപോലെ തന്നെ റിവേഴ്സൊക്കെ എടുത്ത് വന്ന് വണ്ടി ബ്രേക്കിട്ട് ചവിട്ടി നിർത്തുകയാണ്. ഗിരിയുടെ അടുത്ത് തന്നെ കൊണ്ടുവന്ന് അങ്ങനെ വളരെ പെർഫെക്റ്റായിട്ട് തന്നെ ഗിരി പറഞ്ഞതുപോലെ തന്നെ മഞ്ജു ചെയ്യുന്നു. അത് കണ്ട് ഭാനുമ്മയും കുഞ്ഞാറ്റയും എല്ലാം ഞെട്ടി നിൽക്കുകയാണ്. നമ്മുടെ മഹിമ വന്നിട്ട് നല്ല രീതിയിൽ തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. അടിപൊളി ചേച്ചി, നല്ല അടിപൊളിയായിട്ട് തന്നെ വണ്ടി ഓടിച്ചു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ മഞ്ജുവിനും വളരെ സന്തോഷമാവുകയാണ്. അപ്പോൾ ഗിരി അമ്മയോടും കുഞ്ഞാറ്റയോടുമായിട്ട് പറയുകയാണ്, ഇപ്പോൾ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് നന്നായിട്ട് തന്നെ വണ്ടി ഓടിക്കാൻ അറിയാം. അന്ന് പിന്നെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ കുറ്റം കൊണ്ടല്ല, ശരിക്കും ബ്രേക്ക് പോയി കിടന്നത് തന്നെയാണ്. അതിപ്പോൾ ഞാൻ ഓടിച്ചാലും അങ്ങനെ തന്നെ സംഭവിക്കും. പിന്നെ അന്ന് മഞ്ജു ആയതുകൊണ്ട് ഈ പാവത്തിൻ്റെ മേലിലായി കുറ്റമെല്ലാം അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ്. ഇനി മുതൽ നമ്മൾ എല്ലാവരും കൂടി എവിടെയെങ്കിലും യാത്ര പോവുകയാണെന്നുണ്ടെങ്കിൽ മഞ്ജു ആയിരിക്കും ഡ്രൈവ് ചെയ്യുന്നത്. അതിന് ധൈര്യമുള്ളവർ മാത്രം കയറിയാൽ മതി, എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ കയറാൻ നിൽക്കേണ്ട, വല്ല ഓട്ടോയോ ബസ്സോ പിടിച്ച് വന്നാൽ മതി എന്നൊക്കെ പറയുകയാണ്. അതൊന്നും ഭാനുമ്മയ്ക്കും കുഞ്ഞാറ്റയ്ക്കൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. എങ്കിലും തൻ്റെ ഇഷ്ടക്കേട്ട് പുറത്ത് കാണിക്കാതെ ഭാനുമ്മ ഓക്കെ പറയുകയാണ്. പിന്നീട് മഞ്ജുവും ഗിരിയും കൂടി ഒരുമിച്ച് യാത്ര പോവുകയാണ് ജോലി സ്ഥലത്തേക്ക്. അപ്പോൾ ഗിരി മഞ്ജുവിനോട് വണ്ടി ഓടിക്കാൻ പറയുന്നു. അപ്പോൾ ഓക്കെ പറഞ്ഞ് മഞ്ജു വണ്ടിയും എടുക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഗിരിയേട്ടന് പേടി ഉണ്ടായിരുന്നു ഞാൻ വന്ന് ബ്രേക്ക് കറക്റ്റായിട്ട് ചവിട്ടുമെന്നുള്ള കാര്യത്തിൽ എന്ന് പറയുമ്പോൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് ഗിരി. മഞ്ജുവും ഗിരിയും കൂടി ഒരുമിച്ച് ജോലി സ്ഥലത്തേക്ക് പോവുകയാണ് വളരെ സന്തോഷപൂർവ്വം തന്നെ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ മുകുന്ദൻ്റെ വീടാണ്. മുകുന്ദൻ്റെ വീട്ടിൽ മഹിമയും ഗൗരിയമ്മയും കൂടി ഒരുമിച്ച് പാചകം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്നൊരു കോളിംഗ് ബെല്ല് കേട്ട് പോയി നോക്കുമ്പോൾ പീതാംബരം വന്നിരിക്കുന്നതാണ് നമ്മുടെ വക്കീലിനെ കാണാനായിട്ട്. അപ്പോൾ ഒരു പുതിയ കക്ഷിയെ കിട്ടിയെന്നുള്ള സന്തോഷത്തിൽ ഗൗരിയമ്മ അവിടെ പിടിച്ചിരുത്തുകയാണ്. വേഗം തന്നെ കാപ്പിയൊക്കെ തിളപ്പിച്ച് കൊടുക്കുന്നുണ്ട് മഹിമ. പീതാംബരനും മഹിമയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഗിരി വരികയാണ്. ഗിരി വന്നു ഇത് കാണുമ്പോൾ പെട്ടെന്ന് ഞെട്ടിപ്പോവുകയാണ്. ഗിരി വേഗം അകത്തേക്ക് ചെന്ന് കഴിയുമ്പോഴേക്കും ഗൗരിയമ്മയോടും മഹിമയോടും പീതാംബരൻ പറയുകയാണ്, എനിക്ക് ഗിരിയെ അറിയാം, ഞങ്ങൾ പരിചയക്കാരാണെന്ന് പറയുമ്പോൾ എങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നു പറഞ്ഞ് അവരകത്തേക്ക് പോവുകയാണ്. ഗിരിയാണെങ്കിൽ പുറത്ത് വരുന്ന പീതാംബരനോട് ചോദിക്കുക, താൻ എന്ത് ഉദ്ദേശിച്ചാണ് വന്നിരിക്കുന്നത്, ഭീഷണിപ്പെടുത്താൻ വന്നതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ അല്ലാതെ നീ എന്ത് വിചാരിച്ച് ഞാനത് വിട്ട് കളഞ്ഞെന്നോ, എനിക്ക് പൊന്മുട്ടയിടുന്ന താറാവാണ് അത് ഈ കാര്യം, അതുകൊണ്ട് തന്നെ ഞാനിത് ഉപേക്ഷിച്ച് കളയില്ല, നിൻ്റെ കയ്യിൽ നിന്നും പൈസയൊന്നും എടുത്ത് തരണ്ടല്ലോ, നീ എനിക്ക് വേണ്ട പൈസ ഒപ്പിക്കാൻ നോക്കിക്കോ എന്നൊക്കെ പറയുകയാണ്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലേക്ക് മഹിമ കോളേജിൽ പോകാനേക്ക് വരികയാണ്. അപ്പോൾ മഹിമയോട് പീതാംബരൻ പറയുകയാണ്, മോളെ പോലെ ഒരു മകളെ കിട്ടിയത് മാധവൻ്റെ ഭാഗ്യമാണ്. മാധവൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് അഭിമാനിച്ചാനെ, അതായത് പഠനത്തോടൊപ്പം തന്നെ ജോലി ചെയ്യുന്ന മോളെ കണ്ടിട്ട് നന്നായി വരുമെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് അനുഗ്രഹിച്ച് അവിടെ നിന്ന് വിടുകയാണ്. അപ്പോൾ യാത്രയും പറഞ്ഞ് മഹിമയും പോവുകയാണ്. എന്നിട്ട് ഗിരി വീണ്ടും സംസാരിക്കുകയാണ്, താൻ ഇനി മേലാൽ ഇങ്ങോട്ട് വന്നേക്കരുത്, എത്രയും പെട്ടെന്ന് തന്നെ പോയിക്കോളണം, തൻ്റെ ആർത്തി കാരണം തനിക്ക് ഇത് വലിയ നാശമാണ് വരാൻ പോകുന്നതെന്നൊക്കെ പറയുകയാണ്. നീ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ ഇനിയും വരും, എനിക്ക് നല്ലൊരു വക്കീലിനെ കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അന്വേഷിച്ചപ്പോൾ എല്ലാവരും മുകുന്ദനെക്കുറിച്ച് പറഞ്ഞെന്ന് പറയുമ്പോൾ താൻ നുണയൊന്നും പറയേണ്ട, അവനെക്കുറിച്ച് ആരും നല്ല അഭിപ്രായമൊന്നും പറയാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ നിൻ്റെ കൂട്ടുകാരനല്ലേ ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് ചോദിച്ച് തർക്കിക്കുകയാണ്. അപ്പോൾ ഇനി മേലാരും ഇങ്ങോട്ട് വന്നേക്കരുതെന്ന് പറഞ്ഞ് ഉന്തിത്തള്ളി പീതാംബരനെ അവിടെ നിന്ന് വിടുന്നത് ഗൗരിയമ്മ കാണുകയാണ്. കാര്യം മനസ്സിലായില്ലെങ്കിലും ഗിരിയോട് പറയുന്നു, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, അവന് വല്ല കാലത്തുമാണ് ഒരു കേസ് വരുന്നത് നിനക്ക് അറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇത് ഒരു ഫ്രോഡാണ്, ഞാൻ വേറൊരു 10 കക്ഷികളെ അവന് വേണ്ടി കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അത് സോൾവ് ചെയ്യുന്നു. കോളേജിലെത്തിയ മഹിമയും അഭിയും തമ്മിൽ കാണുകയാണ്. മഹിമ ആദ്യം മിണ്ടാതെ പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മുകുന്ദൻ പറഞ്ഞതൊക്കെ എല്ലാം ഓർത്തിട്ട് സോറി പറയുകയാണ്. എൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് നിനക്ക് നീ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തതാണ്, അതുകൊണ്ട് തന്നെ സോറി, നിന്നോട് ആദ്യമേ ഞാൻ പറയേണ്ടതായിരുന്നു, എനിക്ക് ഒരാളെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അത് മുകുന്ദനാണോ എന്ന് ചോദിക്കുന്നു. നിനക്ക് ഞാനൊരു ഉറപ്പ് തരാം, ഞാൻ നിനക്ക് നല്ലൊരു ഭർത്താവായിരിക്കും എന്ന് പറയുമ്പോൾ എനിക്കത് താല്പര്യമില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഒഴിവാകുകയാണ് മഹിമ. മഞ്ജുവും അരവിന്ദാക്ഷൻ സാറും ബിജുക്കുട്ടനോട് സംസാരിക്കുന്നതിനിടയിലേക്ക് ഫ്രാൻസിസ് വരികയാണ്. അപ്പോൾ മഞ്ജുവിന് വളരെ സ്നേഹമാണെന്ന് അറിയുമ്പോൾ അതിൻ്റെ കാരണം മയക്കുമരുന്ന് കേസിൽ മഞ്ജു ഗിരിയെ സഹായിച്ചുകൊണ്ട് മാത്രമാണെന്ന് ഫ്രാൻസിസ് പറയുന്നത് കേൾക്കും മഞ്ജു വിഷമിക്കുകയാണ്.